കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി മലയാളികൾക്ക് സുപരിചിതയായ നടിയും അവതാരകയും സംരംഭകനും മോഡലുമെല്ലാമായ ആര്യ ബഡായി ഒരു കാലത്ത് വൻ റേറ്റിംഗിൽ സംരക്ഷണം ചെയ്തിരുന്ന TV ഷോയായ ബഡായി ബംഗ്ലാവാണ് ആര്യയെ മലയാളികൾക്ക് പ്രിയങ്കരിയാക്കിയത്. അന്ന് ആര്യ രമേശ് പിഷാരടിയുടെ ഭാര്യ റോളാണ് ചെയ്തിരുന്നത്. യഥാർത്ഥ പേരുകളിലാണ് ബഡായി ബംഗ്ലാവിൽ എല്ലാവരും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആര്യ യഥാർത്ഥ ജീവിതത്തിൽ രമേശ് പിഷാരടിയുടെ ഭാര്യയാണെന്ന് പ്രേക്ഷകരിൽ പലരും തെറ്റിദ്ധരിച്ചിരുന്നു. ബഡായി ബംഗ്ലാവിലൂടെ ലഭിച്ച ജനപ്രീതി സിനിമാ അവസരങ്ങൾ ലഭിക്കാൻ ആര്യയെ സഹായിച്ചു. ബഡായി ബംഗ്ലാവ് ജീവിതത്തിലെ ഒരു നാഴികക്കല്ലായതുകൊണ്ട് തന്നെയാണ് പേരിനൊപ്പം ബഡായി എന്ന് കൂടി ആര്യ ചേർത്തത്. 2 മാസം മുമ്പായിരുന്നു ആര്യയുടെ വിവാഹം. മുൻ ബിഗ് ബോസ് താരവും അവതാരകനും DJ-യും സുഹൃത്തുമായ സിബിൻ ബെഞ്ചമിനാണ് ആര്യയെ വിവാഹം ചെയ്തത്. തിരുവനന്തപുരത്ത് ആഘോഷപൂർവ്വം ഹിന്ദു ക്രിസ്ത്യൻ മതചാരകപരമായിരുന്നു വിവാഹം. ആര്യയുടെ 2ാം വിവാഹമായിരുന്നു സിബിനുമായി നടന്നത്. ആദ്യ വിവാഹം പ്രണയവിവാഹമായിരുന്നു. സ്കൂൾ കാലം മുതൽ പരിചയപ്പെട്ട സുഹൃത്തും നടി അർച്ചന സുശീലിൻ്റെ സഹോദരനുമായ രോഹിത് സുശീലിനായിരുന്നു ആര്യയുടെ ആദ്യ ഭർത്താവ്. 20കളുടെ തുടക്കത്തിൽ തന്നെയായിരുന്നു ആദ്യ വിവാഹം. പിന്നാലെ റോയ എന്ന മകളും പിറന്നു. ശേഷം ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞാണ് ഇരുവരും വേർപിരിഞ്ഞത്. വിവാഹമോചനത്തിന് ശേഷം മകളെ അച്ഛനിൽ നിന്നും ആര്യ അകറ്റിയിട്ടില്ല. പാരന്റിംഗ് രീതിയാണ് ആര്യയുടെയും രോഹിത്തിൻ്റെയും. 2ാം വിവാഹം കഴിഞ്ഞ് 2 മാസം പിന്നിട്ടതുകൊണ്ട് തന്നെ സെക്കൻഡ് പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിരന്തരം ആര്യയുടെ നേരെ വരുന്നുണ്ട്. മാത്രമല്ല സൂര്യ TV-യിൽ ആര്യ കൂടി ഭാഗമായിട്ടുള്ള ഫൺ ബേബി ബൺ എന്ന ഷോയിൽ ഗർഭിണിയുടെ വേഷത്തിലാണ് ആര്യ എത്തുന്നത്. അതും ഗർഭിണിയാണെന്ന രീതിയിൽ വാർത്തകൾ പകരാനും പ്രേക്ഷകരിൽ നിന്ന് ചോദ്യങ്ങൾ ഉയരാനും കാരണമായിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ ആരാധകരുമായി സംവിധായകനാണ് ആര്യ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട റൂമറുകൾക്ക് മറുപടി നൽകിയത്. എൻ്റെ അമ്മ, എന്താ നിങ്ങൾ ഇങ്ങനെ? ബഡായി ബംഗ്ലാവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്നെ പിഷാരയുടെ ഭാര്യയാക്കി. ഇപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. ക്യാരക്ടറാണ് സുഹൃത്തുക്കളെ. ആ പരമ്പരയിൽ ധർമ്മജൻ ബോൾഗാട്ടിയുടെ ഭാര്യയായിട്ടാണ് എത്തുന്നത്. ആ ലേഡി ക്യാരക്ടർ പ്രഗ്നൻ്റ് ആണ്. അതാണ് നിങ്ങൾ കാണുന്നത്. ആ ഒരു ഷോയിൽ മാത്രം ഞാൻ അങ്ങനെ വരുന്നതാണ്. എൻ്റെ ഗർഭം അങ്ങനെയല്ല. നെഹി എന്ന് പറഞ്ഞാൽ നെഹി എന്നായിരുന്നു ആര്യ ബഡായിയുടെ മറുപടി. മകൾ റോയ എന്ന ഖുഷി അധികം സംസാരിക്കാത്ത സ്വഭാവക്കാരിയാണെന്നും ആര്യ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി ഞങ്ങളെല്ലാവരും തിരിച്ചും മറിച്ചും ഖുഷിയോട് ചോദിക്കുന്ന ചോദ്യമാണ് എന്തുകൊണ്ട് അധികം ആരോട് സംസാരിക്കാതെന്ന്. എന്തെങ്കിലും ഒന്ന് പറയുമോ എന്നാണ് ഞങ്ങൾ എല്ലാവരും ഖുഷിയോട് ചോദിക്കാറുള്ളത്. അല്ലാതെ താൻ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഖുഷി മിണ്ടാതിരിക്കുകയല്ലെന്നും ആര്യ പറഞ്ഞു. സിബിൻ ആര്യ വിവാഹത്തിന് മുന്നിൽ നിന്നത് ഖുഷിയാണ്. അച്ഛൻ മകൾ എന്നതിലുപരി സുഹൃത്തുക്കളെ പോലെയാണ് ഇരുവരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.